കടിക്ക് കടിക്ക് നിക്ക് കയറാ കടിക്ക് കടിക്ക് താത്തി പിടിക്ക് കുട്ടിപ്പട്ടാളം എല്ലാം കൂടെ കഴിഞ്ഞ ദിവസം കൂടിയപ്പോൾ വേറൊരു കാര്യം കൂടി ഞങ്ങൾ ചെയ്തായിരുന്നു കേട്ടോ. ഈ കാണിക്കുന്നതൊക്കെ ഇവരുടെ ആനിമൽസിനോടുള്ള, പ്രത്യേകിച്ച് പട്ടികളോടും പൂച്ചകളോടും ഒക്കെയുള്ള പേടി മാറാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവരുടെ ആരും വീട്ടിൽ പട്ടിയും പൂച്ചയൊന്നും വളർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളൊക്കെ പേടിയാണ്, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു പട്ടിയെ കണ്ടു കഴിഞ്ഞാൽ പിള്ളേർ പ്രത്യേകിച്ച് പേടി കാണിച്ചാൽ അല്ലെങ്കിൽ ഓടാൻ നോക്കിയാൽ ഈ പറയുന്ന സ്ട്രേ ഡോഗ്സോ അല്ലെങ്കിൽ യാദൃശ്യമായിട്ട് കാണുന്ന ഒരു പട്ടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കുട്ടികളുടെ നേരെ ചിലപ്പോൾ ഓടാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ പിള്ളേർക്ക് നമ്മൾ പെറ്റ്സിനെ വളർക്കുന്നില്ലെങ്കിൽ പോലും പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ഡോഗിൻ്റെ മുമ്പിൽ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാം, ഈ പട്ടികളും പൂച്ചകളും ഒക്കെ എല്ലായ്പ്പോഴും ഡേഞ്ചറാണോ, അവരെ എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ എങ്ങനെ മറികടക്കാം എന്നൊക്കെ ഉള്ളതിന് ഒരു ട്രെയിനിങ് കൊടുത്തൊക്കെ നല്ലതാട്ടോ. പേടിത്തൊണ്ടന്മാരായ എൻ്റെ കൂട്ടുകാരെ ഞാൻ എന്ത് ചെയ്തു, പപ്പയെ കൊടുത്ത് കളിപ്പിച്ചു കേട്ടോ. പപ്പയാണെങ്കിൽ ഭയങ്കര കൂളുമല്ലേ. ലാസ്റ്റ് എല്ലാവരുടെയും കൈ പിടിച്ച് റിങ്ങിനകത്ത് കൂടെ പപ്പിക്കുട്ടൻ അവൻ്റെ സിഗ്നേച്ചർ സ്റ്റെപ്പ് ആയിട്ടുള്ള ചാട്ടം കാഴ്ച വെച്ച് അറ്റ്ലീസ്റ്റ് പപ്പിക്കുട്ടനോടുള്ള പേടിയെങ്കിലും കുറഞ്ഞിട്ടുണ്ടാവും അവർക്ക്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു പട്ടിയെ വഴി കണ്ടു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള പേടി ഒഴിവാക്കാനും വേണ്ട കരുതലെടുത്ത് മുമ്പോട്ട് പോകാനും ഒക്കെ ഇത് പിള്ളേരെ സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള മൃഗങ്ങളെയും പക്ഷിയെന്നൊക്കെ കണ്ടു അറിഞ്ഞും ഒക്കെ വളരുന്നതാണ് നല്ലത് അല്ലേ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പപ്പിക്കുട്ടന് എത്ര ലൈക്ക്? കമോൺ ഗൈസ്, വീണ്ടും കാണാം. ടാറ്റ. ഗുഡ് ബൈ. എടുത്തുണ്ടോ? ഓടിച്ചില്ല, എടുത്തുണ്ടോ? എടുത്തുണ്ടോ? ചാടിക്കോ.